ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഒരേ ഒരു ചോദ്യത്തിലാണ്. ഇനി ആരാകും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ? കളിക്കാരനായും നായകനായും CSKയെ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച ധോണി പരിശീലന സ്ഥാനത്തേക്ക് എത്തിയാൽ ടീമിന് പുതിയ ഊർജവും ആത്മവിശ്വാസവും ലഭിക്കുമെന്ന് ആരാധകരുടെ വിശ്വാസം. സമ്മർദ്ദ ഘട്ടങ്ങളിൽ ശാന്തമായി തീരുമാനമെടുക്കാനും യുവതാരങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനും അദ്ദേഹത്തിന് കഴിയും. റെക്കോർഡുകൾ പലതും തിരുത്തി കുറിക്കാറുണ്ട്. എന്നാൽ ക്രിക്കറ്റിൽ ചരിത്രം തന്നെ തിരുത്തി എഴുതിയ ഒരേ ഒരു പേരേയുള്ളൂ, മഹേന്ദ്ര സിംഗ് ധോണി. ക്രിക്കറ്റ് ലോകത്ത് ICICയുടെ 3 പ്രധാന കിരീടങ്ങളും 2007 T20 ലോകകപ്പ്, 28 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് 2011 ഏകദിന ലോകകപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യയുടെ സിംഹാസനത്തിൽ എത്തിച്ച ചരിത്രത്തിലെ ഒരേയൊരു ക്യാപ്റ്റനാണ് ഈ തന്ത്രങ്ങളുടെ തമ്പുരാൻ. 2009 ഇന്ത്യയെ ആദ്യമായി ടെസ്റ്റിൻ ലോക റാങ്കിൽ ഒന്നാമതെത്തിച്ചതും 332 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ രാജ്യത്തെ നയിച്ച് നെഞ്ചുവിരിച്ചു നിന്നതും ഇതേ ക്യാപ്റ്റൻ കൂൾ തന്നെയാണ്. ബാറ്റിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും അദ്ദേഹം സൃഷ്ടിച്ച സാമ്രാജ്യം തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഏകദിനത്തിൽ വിക്കറ്റ് കീപ്പർമാരുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 183 റൺസും 50-ലധികം ആവറേജോടെ 10,000 റൺസും വാരിക്കൂട്ടിയ ധോണി വിക്കറ്റിന് പിന്നിൽ 195 മിന്നൽ സ്റ്റംപിങ്ങുകളുമായി ലോക റെക്കോർഡിന്റെ അധിപനായി ഇന്നും വാഴുന്നു. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 തവണ കിരീടത്തിലേക്കും 2 തവണ ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയിലേക്ക് നയിച്ച് ഏറ്റവും കൂടുതൽ ഫൈനലുകൾ കളിച്ച മഞ്ഞപ്പടയുടെ സ്വന്തം തലയാണ് ഇദ്ദേഹം. ഖേൽ രത്ന, പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങളും ഇന്ത്യൻ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി രാജ്യം ആദരിച്ച ഈ ഇതിഹാസം കളം വിട്ടെങ്കിലും അന്നും ഇന്നും എന്നും ക്രിക്കറ്റ് ലോകത്തെ ഒരേ ഒരു രാജാവ് അത് ധോണി മാത്രമാണ്.